നമസ്കാരം. ബെഥേൽ ബൈബിൾ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഡെൽസി ജോയ്. പ്രധാന വാർത്തകൾ. പഴം പറിച്ചു തിന്നതിന് നവദമ്പതികൾ അറസ്റ്റ്. ഹാബേൽ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രവാചകനായ ഏലിയാവിന്റെ തിരോധാനം അന്വേഷണത്തിൽ വൻ വീഴ്ചയെന്ന് ആരോപണം. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ മന്ത്രിയായ ഷണ്ണനെ മുക്കിക്കൊല്ലുവാൻ ശ്രമിച്ചതായി പരാതി. അനുഗ്രഹ വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോയ പ്രതി യാക്കോബിനായുള്ള അന്വേഷണം ഊർജിതമാക്കി. വസ്തു ഇടപാടിൽ പരിശുദ്ധാത്മാവിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ദമ്പതികൾക്ക് ദാരുണാന്ത്യം. ശവസംസ്കാരം നടത്തി. ഉടനെ സംഭവിച്ചേക്കാവുന്ന വെള്ളപ്പൊക്കത്തിൽ തന്റെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാൻ തയ്യാർ എന്ന് പാസ്റ്റർ നോഹ അറിയിച്ചു. അതിനായി തയ്യാറാക്കിയ കൂറ്റൻ കപ്പൽ ദേശനിവാസികൾക്ക് കൗതുകമായി. മൂന്നാം നിലയിൽ നിന്നും താഴെ വീണ യൂത്ത് കോഴ്സ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 3 വർഷം തങ്ങളോടൊപ്പം കൂടപ്പിറപ്പിനെ പോലെ കഴിഞ്ഞ യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയെന്ന് ശിഷ്യന്മാർ. താൻ പോയതുപോലെ മടങ്ങി വരുമെന്നും അതുവരെ സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുമാണ് പോയതെന്ന് ശിഷ്യന്മാർ അറിയിക്കുന്നു. വാർത്തകൾ വിശദമായി. തിന്നരുതെന്ന് സൃഷ്ടാവ് കൽപ്പിച്ച വൃക്ഷഫലം തിന്ന നവദമ്പതികളെ അറസ്റ്റ് ചെയ്തു. ഏദൻ തോട്ടം നോക്കാൻ ദൈവം ഏൽപ്പിച്ചിരുന്ന ദമ്പതികളായ ആദിമിനെയും ഹവ്വയെയുമാണ് അറസ്റ്റ് ചെയ്തത്. ഏദൻ തോട്ടത്തിൽ ഈ ഒരു വൃക്ഷഫലം ഒഴിച്ച് ബാക്കി എല്ലാം കഴിക്കുവാൻ അവർക്ക് അനുവാദമുണ്ടായിരിക്കെ വിലക്കപ്പെട്ട ആ വൃക്ഷഫലം കഴിച്ചതിനാണ് അറസ്റ്റ് ചെയ്തത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആളുകളെ ആകർഷിക്കുന്ന ഏദൻ തോട്ടത്തിൽ പാപത്തിന്റെ സെയിൽസ്മാനായ പാമ്പ് എന്ന കൌശലക്കാരൻ വരികയും കഴിക്കരുതെന്ന് വിലക്കപ്പെട്ട ഫലം കഴിക്കുവാൻ ഹവ്വയെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഗ്രഹനാഥനായിരുന്ന ആദം വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്താണ് ഈ സംഭവം നടന്നത്. സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ പാമ്പ് എന്ന സെയിൽസ്മാൻ കടന്നു കളയുകയായിരുന്നു. ദൃക്സാക്ഷികൾ ഒന്നും തന്നെ ഇല്ലാഞ്ഞതിനാൽ ഇരുവരും കുറ്റം സമ്മതിച്ചിരുന്നില്ല. എന്നാൽ അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ള CCTVയിൽ ഇരുവരും ചെയ്തതിന്റെ വിഷ്വൽസ് എല്ലാം ലഭിക്കുകയുണ്ടായി. പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ഇവരെ ചോദ്യം ചെയ്യും എന്നായപ്പോൾ ഇരുവരും ഒളിവിൽ പോവുകയായിരുന്നു. എന്നാൽ ടവർ ലൊക്കേഷൻ അനുസരിച്ച് ആ തോട്ടത്തിൽ തന്നെയാണ് അവർ ഒളിച്ചിരിക്കുന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും പോലീസ് ഇവരെ പിടികൂടുകയുമായിരുന്നു. തൽക്ഷണം തന്നെ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയ ഇവരെ അല്പം മുമ്പ് ദൈവകോടതിയിൽ ഹാജരാക്കി. ഉൽപ്പത്തി 3:5 വകുപ്പ് പ്രകാരം ഗൂഢാലോചന, പ്രേരണ കുറ്റം എന്നിവ ചുമത്തി പാമ്പിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. അനുസരണക്കേടെന്ന വകുപ്പിലാണ് ദമ്പതികൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദമും ഹവ്വയും ഇപ്പോൾ ബെഥേൽ ബൈബിൾ ന്യൂസിനോട് ചേരുന്നു. ഹലോ ആദം, എന്തിനാണ് കഴിക്കരുതെന്ന് വിലക്കപ്പെട്ട വൃക്ഷഫലം താങ്കൾ കഴിച്ചത്? എന്ത് പറയാനാ, എനിക്കൊന്നും അറിയത്തില്ല. എന്റെ ഭാര്യ പകുതി കഴിച്ചൊരു പഴം കൊണ്ട് തന്നു, അത് കഴിച്ചു. അതിനകത്ത് എന്ത് സംശയിക്കാനായിരിക്കുന്നേ? അതല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഓക്കേ, എന്താണ് ഈ കാര്യത്തിൽ ഹവ്വയ്ക്ക് പറയാനുള്ളത്? അതെ, ഞാൻ ഈ തോട്ടത്തിൽ കൂടെ ചുമ്മാതങ്ങ് നടക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു പാമ്പ് എൻ്റെ അടുക്കൽ വന്ന് ഈ പഴം കഴിക്കാൻ എന്നെ കുറെ നിർബന്ധിച്ചത്. ഈ പാമ്പ് നിർബന്ധിച്ചപ്പോൾ ഞാനതങ്ങ് കഴിച്ചു പോയതും ടേസ്റ്റ് ചെയ്തതാണ്. ഒറ്റയ്ക്ക് കഴിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കണ്ട് പകുതി അച്ചാനും കൊടുത്തു. അല്ലാതെ ഈ പാമ്പ് സാത്താന്റെ വേഷം കെട്ടി എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. തെറ്റുപറ്റിപ്പോയി, ഇനി എന്ത് ചെയ്യാനാ? ആദമും ഹവ്വയും പറഞ്ഞത് നാം കേട്ടല്ലോ. ഉൽപ്പത്തി 3:23 വകുപ്പ് പ്രകാരം ഇവരെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. വളരെ ദുഃഖകരമായ കോടതി വിധി. ഇനിയുമെങ്കിലും അനുസരണയോടെ ജീവിക്കുവാൻ ഇവർക്ക് കഴിയട്ടെ. ഹാബീലിന്റെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ജഡം ഹാബേലിന്റേത് എന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. കൊല്ലപ്പെട്ട ഹാബേലിന്റെ ജ്യേഷ്ഠൻ കയീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. സഹോദരങ്ങളായ കയീനും ഹാബീലും കഴിഞ്ഞ ദിവസം യഹോവയ്ക്കൊരു യാഗം കഴിച്ചിരുന്നു എന്നും ദൈവം പ്രസാദിച്ചത് ഹാബേലിന്റെ യാഗത്തിലായിരുന്നു എന്നും അതേ തുടർന്ന്
ജ്യേഷ്ഠനായ കയീൻ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു എന്നും അടുത്ത സുഹൃത്തുക്കൾ പ്രതികരിച്ചു. തന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന വൈരാഗ്യത്തിന്റെ പേരിലാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പ്രതി സമ്മതിച്ചു. സംഭവ സ്ഥലത്തു നിന്നും ഹാബേലിന്റെ വസ്ത്രങ്ങളും ചെരുപ്പും കണ്ടെടുത്തു. ഇത് ഒരു ആസൂത്രിത കൊലപാതകമായിരുന്നു. വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച പ്രതി അനുജനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും അതേ തുടർന്ന് ക്രൂരമായി തലയ്ക്കടിച്ച് അനുജനെ കൊന്നുകളയുകയുമായിരുന്നു എന്ന് പ്രതി മൊഴി നൽകി. 14 വർഷം കഠിന തടവും സ്വർഗീയ പ്രവേശന വിലക്കുമാണ് പ്രതിക്ക് ലഭിച്ചേക്കാവുന്ന ശിക്ഷ. സ്വർഗീയ കോടതിയിലേക്ക് സമർപ്പിച്ച കേസ് ഇന്ന് പരിഗണിക്കും. പ്രവാചകനായ ഏലിയാവിന്റെ തിരോധാനം അന്വേഷണത്തിൽ വൻ വീഴ്ചയെന്ന് ആരോപണം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കാണാതായ ഇസ്രായേലിലെ ജലസേചന മന്ത്രിയും പ്രവാചകനുമായ ഏലിയാവിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ശുപാർശ. നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാലാണ് ഈ തീരുമാനം. ഗിൽഗാലിൽ നിന്നുമാണ് ഏലിയാവിനെ കാണാതായത്. കാണാതായ ദിവസം മഞ്ഞ ജുബയും മുണ്ടുമായിരുന്നു വേഷം. തിരോധാനത്തെ സംബന്ധിച്ച് സംശയാസ്പദമായി കണ്ടവരെ ചോദ്യം ചെയ്തു. തന്റെ അടുത്ത ശിഷ്യനായ ഏലീശയെ ചുറ്റിപ്പറ്റി പല അഭ്യൂഹങ്ങളും പടരുന്നു. ഏലീശയുടെ മൊഴിയിൽ ഏലിയാവിനെ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്ന് സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി എന്നാണ് പറയുന്നത്. മാത്രമല്ല, തന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്ന വിൽപത്രം തന്റെ പേരിൽ എഴുതി തന്നു എന്നുമാണ് വികാരഭരിതനായി ഏലീശ ഞങ്ങളുടെ ചാനലിനോട് പ്രതികരിച്ചത്. എന്നാൽ ഈ മൊഴി വിശ്വാസയോഗ്യമല്ല എന്നും കൂടെ നടന്ന് ചതിച്ച് ഏലിയാവിനെ കൊന്ന് സ്വത്തും പണവും തട്ടാൻ ശ്രമിച്ചതാകാനും സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. എന്നാൽ ഏലിയാവിനെ കൊന്നതാണെന്നുള്ള വാദം പ്രഥമ ദൃഷ്ടിയാ തന്നെ കോടതി തള്ളിക്കളഞ്ഞു. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ണനെ മുക്കിക്കൊല്ലുവാൻ ശ്രമിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം യെരുശലേമിൽ നിന്ന് ഗസയിലേക്കുള്ള വഴിയിൽ ഒരു നിർജ്ജന പ്രദേശത്ത് വെച്ച് ഒരുവൻ ഷണ്ണനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുവാൻ ശ്രമിച്ചതായും ഉടനെ തന്നെ വെള്ളത്തിൽ നിന്നും വീണ്ടും പൊക്കിയെടുത്തതുകൊണ്ട് മരണം ഒഴിവായി എന്നും ചില ദൃക്സാക്ഷികൾ പോലീസിനെ അറിയിച്ചു. എന്നാൽ തന്നെ ആരും മുക്കിക്കൊല്ലുവാൻ ശ്രമിച്ചിട്ടില്ല എന്നും താൻ സുവിശേഷകനായ ഫിലിപ്പോസിന്റെ സുവിശേഷീകരണത്തിലൂടെ ദൈവകൽപ്പനയായ സ്നാനം സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും ആവർത്തിക്കുന്നതായിട്ടാണ് ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അനുഗ്രഹ വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോയ പ്രതി യാക്കോബിനായുള്ള ഊർജിത അന്വേഷണം ആരംഭിച്ചു. വാർദ്ധക്യത്തിലായ പിതാവ് ഇസഹാക്കിനെ വഞ്ചിച്ച് ജ്യേഷ്ഠന്റെ അനുഗ്രഹവുമായി കടന്നുകളഞ്ഞ മകൻ യാക്കോബിനായുള്ള അന്വേഷണം ഊർജിതമാക്കി. ഇസഹാക്കിന്റെ മൂത്ത മകൻ ഏശാവ് കൊടുത്ത പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത്. ഏശാവിന്റെ മൊഴി ഇങ്ങനെ: പ്രായാധിക്യത്താൽ കാഴ്ച മങ്ങിയ അപ്പൻ തന്നോട് കാട്ടിൽ പോയി തനിക്കു വേണ്ടി വേട്ട ചെയ്ത് രുചികരമായ ഭോജനമുണ്ടാക്കി താൻ മരിക്കുന്നതിനു മുൻപായി അനുഗ്രഹിക്കേണ്ടതിന് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു എന്നും ഈ സംഭാഷണം രഹസ്യമായി കേട്ട മാതാവ് അതീവ രഹസ്യമായി യാക്കോബിനെ അറിയിച്ചു സൂത്രത്തിൽ അനുഗ്രഹം തട്ടിയെടുത്തു എന്നുമാണ് ഹർജിയിൽ പറയുന്നത്. ഗൂഢാലോചന നടത്തിയ അമ്മ റിബേക്കയ്ക്കെതിരെ മകൻ പരാതി ഉന്നയിച്ചിട്ടില്ലാത്ത പക്ഷം കേസെടുക്കാനാവില്ല എന്നാണ് അഡ്വക്കേറ്റ് ജോബിൻ പോൾ അറിയിക്കുന്നത്. യാക്കോബ് നാടുവിട്ടു എന്നാണ് ഒടുവിലായി കിട്ടിയ റിപ്പോർട്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലുമെല്ലാം യാക്കോബിനായുള്ള ലുക്കൌട്ട് നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. തന്റെ അനുഗ്രഹവുമായി മുങ്ങിയ യാക്കോബിനെ എത്രയും വേഗം നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് തട്ടിപ്പിനിരയായ ഏശാവ് പറഞ്ഞു. വിവാദമായ വസ്തു ഇടപാടിൽ പരിശുദ്ധാത്മാവിനെ കബളിപ്പിച്ച അനന്യാസിന്റെയും സഫീറയുടെയും കള്ളത്തരം അപ്പോസ്തല വൃന്ദം കൈയോടെ പിടിച്ചു. വസ്തു വിറ്റ് കിട്ടിയ മുഴുവൻ തുകയും അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ തുകയിൽ വൻ അട്ടിമറി നടത്തി ബാക്കി തുക മാത്രം ഡിപ്പോസിറ്റ് ചെയ്യാൻ എത്തിയപ്പോഴാണ് ഇവർ പിടിക്കപ്പെട്ടത്. പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ കുഴഞ്ഞു വീണ് മരിച്ചു. സംഭവത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറയരുതെന്നും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നും അപ്പോസ്തലന്മാർ ഓർപ്പിച്ചു. ലോകത്തിൽ വരുവാനിരിക്കുന്ന ഏറ്റവും വലിയ ജലപ്രളയത്തിന് മുന്നോടിയായി കൂറ്റൻ കപ്പലിന്റെ നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക്.
ജലപ്രളയത്തിൽ യാത്ര ചെയ്യാനായി താനും തന്റെ 8 പേരടങ്ങുന്ന കുടുംബവും തയ്യാർ എന്ന് കപ്പൽ നിർമ്മിതാവ് പാസ്റ്റർ നോഹ അറിയിച്ചു. ഇവരോടൊപ്പം യാത്ര ചെയ്യുവാൻ നിരവധി മൃഗങ്ങളുടെയും ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ജലപ്രളയം, ലോകാവസാനം, ന്യായവിധി ഇവ ഒക്കെയും നോഹയുടെ മാത്രം മൂഢചിന്തകളാണെന്നും കപ്പൽ നിർമ്മിക്കാൻ എടുത്ത സമയം അടിച്ചുപൊളിക്കുവാൻ ഉപയോഗിക്കുകയാണ് വേണ്ടതെന്നും നോഹയെ പരിചയമുള്ളവരും ദേശനിവാസികളും പറയുന്നു. വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടുവാൻ നോഹ മനുഷ്യനെ ഉപദേശിക്കുന്നുണ്ട്. എങ്കിലും ഇതുവരെ ആരും തങ്ങളുടെ പേര് പെട്ടകത്തിൽ കയറാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചു. 3-ാം നിലയിൽ നിന്നും താഴെ വീണ യൂത്തിക്കോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ലോകപ്രശസ്ത സുവിശേഷകൻ പൌലോസിന്റെ ഹെവൻലി ക്രൂസൈഡിൽ പ്രസംഗമധ്യേയാണ് യൂത്തിക്കോസ് ഗാഠനിദ്രയിലായി 3-ാം നിലയിൽ നിന്നും താഴെ വീണത്. അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു, എങ്കിലും രക്ഷിക്കാനായില്ല. എന്നാൽ വിവരമറിഞ്ഞ ഉടനെ പൌലോസ് എത്തി യൂത്തിക്കോസിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്ന് കൺവെൻഷൻ കൺവീനർ വ്യക്തമാക്കി. ആരാധനയ്ക്കിരുന്ന് ഉറങ്ങുന്നവർ യൂത്തിക്കോസിനെ ഓർത്തുകൊള്ളുവീൻ എന്ന് പൌലോസ് പിന്നീട് നടന്ന പത്രസമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി. ഉയർത്തെഴുന്നേറ്റ യേശു പോയതുപോലെ മടങ്ങി വരുമെന്ന് യേശുവിന്റെ ശിഷ്യന്മാർ 3.5 വർഷത്തോളം തങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്ത യേശു തങ്ങൾക്ക് കൂടപ്പിറപ്പിനെ പോലെ ആയിരുന്നു എന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞു. എന്നാൽ യേശു ദൈവപുത്രനാകയാൽ താൻ പോയതുപോലെ മടങ്ങി വരുമെന്നും അതുവരെ സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുമാണ് പോയതെന്നും തങ്ങൾ അതിനായി കാത്തിരിക്കുകയാണെന്നും അപ്പോസ്തലന്മാരെ ഉദ്ധരിച്ച് പത്രോസും യോഹന്നാനും ബഥേൽ ബൈബിൾ ന്യൂസ് ചാനലിനോട് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി റിപ്പോർട്ടർ ബിന്നി സുഗു ലൈനിൽ ചേരുന്നു. ഹലോ ഡെൽസി, കേൾക്കുന്നുണ്ടോ? ഞാനിപ്പോൾ നമ്മുടെ സമീപവാസികളൊക്കെ പറഞ്ഞതുപോലെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് തുറന്നു കിടക്കുന്ന കല്ലറയുടെ മുൻപിൽ നമ്മുടെ ക്യാമറാമാൻ സുഗു ഐപ്പിനോടൊപ്പമാണ് നിൽക്കുന്നത്. ഇവിടെ 2 ശിഷ്യന്മാരുണ്ട്. അവരോട് നമുക്കിതിൻ്റെ നിജസ്ഥിതിയെപ്പറ്റി ഒന്ന് അന്വേഷിക്കാം. ഹലോ, എക്സ്ക്യൂസ് മീ സാർ, സാറിൻ്റെ പേരെന്താണ്? ഞാൻ പത്രോസ് ആവുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു വീണ്ടും വരുമെന്ന് പറയുന്നു. ഇതിൽ താങ്കളുടെ അഭിപ്രായം ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ? യേശു ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നപ്പോഴുള്ള സമയത്തെ ഞാൻ ഓർക്കുന്നു. യേശു അവൻ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. കുരുടർക്ക് കാഴ്ച നൽകുന്നു. അവൻ മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്നു. അവൻ കാനാവിലെ വെള്ളത്തെ പോലും വീഞ്ഞാക്കിയിട്ടുണ്ട്. അവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നടന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അവൻ പറഞ്ഞത് തന്നെ സംഭവിക്കും. അവൻ വീണ്ടും വരും, എനിക്ക് ഉറപ്പാണ്. എന്നെ വെള്ളത്തിൽ കൂടെ നടക്കുവാൻ യേശു സഹായിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, അവൻ്റെ വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പറഞ്ഞപ്പോൾ എനിക്ക് നടക്കാൻ പറ്റിയിട്ടുണ്ട് വെള്ളത്തിന്മീതെ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു യേശു വരും. അവൻ പറഞ്ഞതുപോലെ തന്നെ വരും, ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് അടുത്ത ശിഷ്യനും നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തോടും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം ഒന്ന് ചോദിക്കാം. സാർ, സാറിൻ്റെ പേരെന്താണ്? ഈ യേശുക്രിസ്തു മടങ്ങി വരും എന്നുള്ളതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം ഞങ്ങളോടൊന്ന് പറയാമോ? എൻ്റെ പേര് തോമസ് എന്നാണ്. അത് നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയും എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? എൻ്റെ മുൻകാല ചരിത്രം അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ പുള്ളി പോകുന്നതിനും ഒരു 2 ദിവസം മുമ്പ് ഞങ്ങളോട് പറഞ്ഞിരുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന്. ഞങ്ങളെല്ലാവരും അത് വിശ്വസിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ വരും, വരാതിരിക്കില്ല. താങ്ക് യു സർ. ഡെൽസി, ഇവർ 2 പേരും പറഞ്ഞത് വെച്ച് നോക്കിയാൽ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. യെരുശലേമിൽ നിന്നും ക്യാമറാമാൻ സുഗു ഐപ്പിനോടൊപ്പം റിപ്പോർട്ടർ ബിന്നി സുഗു.
വിവരങ്ങൾ തന്നതിന് നന്ദി ബിന്നി. ഇനി ഒരിടവേള. പ്രൈസ് ദി ലോർഡ്. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലകളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. 1 പത്രോസ് 5:7. അബുദാബിയുടെ മണ്ണിൽ ദൈവകൃപയുടെ മറവിൽ ദൈവം വളർത്തിയെടുത്ത അനുഗ്രഹീത ദൈവദാസന്മാരും ദൈവം തങ്ങൾക്ക് കൊടുത്ത കഴിവുകൾ പല മേഖലകളിലും പ്രശോഭിപ്പിച്ചുകൊണ്ടുമിരിക്കുന്ന വിശ്വാസ സമൂഹവും ഒത്തുചേർന്ന ഏക കൂട്ടായ്മ യുണൈറ്റഡ് ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് അബുദാബി. പ്രാർത്ഥനയോടെ നമുക്ക് സംബന്ധിക്കാം, കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച യോനയെ മാനസാന്തരപ്പെടുത്തുവാൻ തന്നെ നിയോഗിച്ചതിൽ താൻ മഹാസന്തോഷവാനാണെന്ന് മഹൽ മത്സ്യം തന്റെ സഹപ്രവർത്തകരോട് പറയുന്നു. കൗതുക വാർത്ത. യുണൈറ്റഡ് ബഥേൽ അസംബ്ലി ഓഫ് ഗോഡിന്റെ ഇയർ എൻഡ് മീറ്റിംഗിൽ ലഭിച്ച വാഗ്ദത്ത വചനം ചില വിശ്വാസികൾക്ക് തിരുവചനത്തിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ആയതിനാൽ ബൈബിളിന്റെ ആദ്യ പതിപ്പായ തനാക്കിലെങ്കിലും ഈ വാക്യങ്ങൾ കണ്ടെത്തുവാൻ കഴിയുമോ എന്ന അന്വേഷണത്തിലാണ് അവർ. സ്പോർട്സ്. വേൾഡ് വൈഡ് മാരത്തോൺ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ വേഗത്തിൽ ശക്തിയോടെ ഓടിത്തുടങ്ങിയവർ ചിലർ തുടക്കത്തിലും അനേകർ പകുതി വഴിയിലും വെച്ച് പിന്മാറുന്നുണ്ട്. എന്നാൽ ചുരുക്കം ചിലർക്ക് വളരെ ഭംഗിയായി തങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ സ്വർഗീയ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേരുവാനും സാധിക്കുന്നുണ്ട്. ഈ ഓട്ടത്തിന്റെ അന്ത്യം എന്നാണെന്ന് ഉറപ്പാക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആത്മീക ആഹാരം കഴിച്ച് വിശുദ്ധിയോടെ ഓട്ടം തുടരണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുകയുണ്ടായി. ഇന്റർനാഷണൽ കൈത താടിയലടി മത്സരത്തിൽ ഷിൻഷോന് കിരീടം. അവസാനം വരെ വളരെ ആവേശത്തോടുകൂടിയായിരുന്നു മത്സരിച്ചിരുന്നത്. 1, 2 എന്ന നിലയിൽ തുടക്കത്തിൽ തന്നെ ഷിംഷോൻ സ്കോർ ചെയ്തു. റെക്കോർഡ് സമയമായപ്പോൾ ഷിംഷോൻ ഏകദേശം 1000 പേരെ കൊന്നാണ് ഈ നേട്ടം കൈവരിച്ചത്. ഈ മത്സരത്തിൽ ഫെലിസ്തീൻ ദേശക്കാരോട് താൻ ഏകനായി നിന്നാണ് മാൻ ഓഫ് ദ മാച്ച് ആയത്. ഈ വർഷത്തെ ഷൂട്ട് അവാർഡ് ദാവീദിന്. ഇന്ന് വരെ ഉണ്ടായിരുന്ന റെക്കോർഡ് ഭേദിച്ച് ഇസ്രയേലിന് പുതിയ ഷൂട്ട് അവാർഡ് ദാവീദ് കരസ്ഥമാക്കി. അഭിഷേകം നഷ്ടപ്പെട്ട ശൌലിന് വെറും 1000 പേരെ മാത്രമേ കൊല്ലുവാൻ സാധിച്ചുള്ളൂ. എന്നാൽ ദാവീദ് 10,000 കൊന്നാണ് പുതിയ അവാർഡ് കരസ്ഥമാക്കിയത്. സ്കോർ ശൌൽ 1000, ദാവീദ് 10,000. കാലാവസ്ഥ. താൻ പറഞ്ഞല്ലാതെ ഇസ്രയേലിൽ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാവില്ലെന്ന് പ്രശസ്ത പ്രവാചകൻ ഏലിയാവ് അറിയിച്ചു. മഴയ്ക്ക് മുൻപായി ആകാശത്ത് കൈപ്പത്തി പോലെ മേഘം കാണപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു. അടുത്ത ആഴ്ച 40 രാവും 40 പകലും നീണ്ടു നിൽക്കുന്ന വൻ മഴയ്ക്കും ജലപ്രളയത്തിനും സാധ്യതയെന്ന് നീതിമാനായ പാസ്റ്റർ നോഹ അറിയിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.